ഒരുപാട് മേടിച്ച ഒരു പാഴ്സലായിട്ട് കേട്ടോ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, ഒരു 2-3 ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ കൊടുക്കുക. ചെടി അതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അഡീനിയം പ്ലാന്റ്സ് ആട്ടോ. അതിൻ്റെ 3 കളറാണ് മേടിച്ചിട്ടുള്ളത്. റെഡ്, വൈറ്റ്, ഒരു പിങ്ക് പോലത്തെ ഒരു കളർ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലോണം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു പോട്ടി മിക്സറും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ പേപ്പറായിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിലാണ് അവർ ചെടിയൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. അതെല്ലാം ഒന്ന് തുറന്നൊക്കെ നോക്കിയിട്ട് ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചെടി നടണമല്ലോ, അതിന് കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് 3 ചട്ടികളാക്കി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചട്ടികളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ അഡീനിയം പ്ലാന്റ്സ് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വീഡിയോസ് നോക്കിയപ്പോൾ കണ്ടത്. ഈ ഒരു ചെടീൻ്റെ കെയറിങ്ങിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് വലിയ അറിവൊന്നുമില്ല, കാരണം ഞാനും ഒരു തുടക്കക്കാരിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും തുടക്കം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു ലോങ് വീഡിയോ പോലെ തന്നെ ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പോട്ടി മിക്സറൊക്കെ റെഡി ആക്കണതൊക്കെ. അപ്പോൾ ഞാൻ എല്ലാതും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചെടികൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ വെള്ളം കുറച്ച് മതിയാവുന്ന ഒരു ചെടിയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നട്ട സ്ഥിതിക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്. ആഴ്ചയ്ക്ക് ഒരു 2-3 ദിവസം വെള്ളം നനച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ അതിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ വേനലിൻ്റെ കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഒരു ചെടിയിൽ നല്ലോണം ഇലകൾ ഇങ്ങനെ പഴുത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇലകളൊക്കെ പൊട്ടിച്ച് മാറ്റിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ചെടികൾ. അപ്പോൾ ചെറിയൊരു മണ്ണിൽ നനവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളമൊന്നും നനച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെടിയാണ് ഇലകൾ പഴുത്ത് പോകുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മുള പൊട്ടി വരുന്നുണ്ട്. എന്തായാലും എല്ലാ ചെടിയും അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ മാത്രമല്ല, ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.